അങ്ങനെ ഓൾമോസ്റ്റ് 50% പ്ലേ ഓഫ് ചാൻസ് ഉണ്ടായിരുന്ന ചെന്നൈയുടെ പ്രതീക്ഷകളെ തല്ലിക്കിടത്തിക്കൊണ്ട് LSG ഇന്നലെ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 50% എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈക്ക് ആക്ച്വലി അവരുടെ ഇന്നലത്തെ കളിയും പിന്നെ റിമൈനിങ് ആയിട്ടുള്ള എല്ലാ കളിയും ജയിച്ചു കഴിഞ്ഞാൽ വേറൊരു ടീമിൻ്റെയും റൺ റേറ്റോ അല്ലെങ്കിൽ ജയപരാജയങ്ങളോ ഒന്നും നോക്കാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 3 ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇന്നലെ നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പരാജയത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടോസ് മുതൽ ചെന്നൈയുടെ കഷ്ടകാലം തുടങ്ങി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു ഏകാന സ്റ്റേഡിയത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 170 ആയിരുന്നു അവിടുത്തെ ഒരു ആവറേജ് സ്കോർ. അപ്പം ചെന്നൈ എന്തായാലും ഒരു എബോവ് ആവറേജ് സ്കോർ തന്നെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റി. തുടക്കത്തിലെ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ശിവൻ ദൂബയുടെ ഒരു തകർപ്പൻ ഫിനിഷിങ്ങും കാർത്തിക് ശർമ്മയുടെ ഒരു മികച്ച ഹാഫ് സെഞ്ചുറി ഒക്കെ ആയിട്ട് നല്ലൊരു സ്കോർ തന്നെ അവിടെ ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ചെന്നൈക്ക് പിഴച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോസ് പോയി ആദ്യത്തെ തന്നെ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രൈക്ക് ബോളറുടെ അഭാവം. അപ്പം ജാമി ഓവർട്ടൻ്റെ ആ ഒരു പരിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു വിള്ളലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റി. ജാമി ഓവർട്ടന് പകരം വന്ന സ്പെൻസർ ജോൺസൺ ആണെങ്കിൽ തുടക്കത്തിലെ ഓവറുകളിൽ നന്നായിട്ട് ഇരുന്നെങ്കിലും പിന്നീട് പുള്ളിക്കൊരു വിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാനോ സാധിച്ചില്ല. അപ്പം പിന്നെ ഫസ്റ്റ് ഓവർ ഏൽപ്പിച്ചെടുത്ത് തുടങ്ങി ക്യാപ്റ്റൻ്റെ ഒരു എന്താ പറയുന്ന ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോമിൽ ഇതുവരെ കളിച്ച നല്ല ഫോമിൽ നിന്ന് കാമ്പോജിനെ ഫസ്റ്റ് ഓവർ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കഥ തന്നെ വേറെ മാറിപ്പോയിന്. അതായത് കുറച്ചുകൂടെ മൂവ്മെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് കിട്ടിയ സമയത്ത് കാമ്പോജ് തന്നെ ഓപ്പണിംഗ് ഓവർ എറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് വിക്കറ്റ് തന്നെ അവിടെ വീഴ്ത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്താ പറയുക അവിടെ LSGയുടെ ബാറ്റിങ്ങിൽ നമുക്ക് നേരിട്ട് തന്നെ ഒരു വിള്ളൽ ഉണ്ടാക്കായിരുന്നു. പക്ഷേ അതിന് പകരം മുകേഷ് ചൗധരിയാണ് അവിടെ ഫസ്റ്റ് ഓവർ ഏൽപ്പിച്ചത്. പിന്നെ അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ ആണെങ്കിൽ കൂടി നല്ലൊരു മാച്ചപ്പായിരുന്നു ഇംഗ്ലീഷുമായിട്ടും അല്ലെങ്കിൽ മിച്ചൽ മാർഷുമായിട്ടും. കാരണം അവർ ഓസ്ട്രേലിയൻ ടീമിൽ ഒരുമിച്ച് കളിക്കുന്നുണ്ട്. അവരുടെ വീക്ക് പോയിന്റും എല്ലാം നമ്മുടെ സ്പെൻസർ ജോൺസന് ബാക്കിയുള്ള ബോളേഴ്സിനെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ രണ്ടാമത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാമി ഓട്ടന് പകരം ആകാശ് മത്വാളാണ് കയറിയതെങ്കിൽ പുള്ളി ഒരു ന്യൂ ബോൾ സ്പെഷ്യലിസ്റ്റ് ആണ്. പുള്ളിക്ക് നമ്മൾ കളിച്ച കളികളെല്ലാം കാണാം നന്നായിട്ട് സ്വിംഗ് കിട്ടുന്ന ഒരു ബോളറാണ്. ഇൻ സ്വിംഗ് ആണെങ്കിലും ഔട്ട് സ്വിംഗ് ആണെങ്കിലും. അപ്പം മികച്ച ഫോമിൽ അല്ലെങ്കിൽ ഫോമിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരുന്ന ജോഷ് ഇംഗ്ലീഷിൻ്റെയും മിച്ചൽ മാർഷിൻ്റെയും ആ ഒരു വിക്കറ്റ് അവിടെ പോയിരുന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഒരു LSGയുടെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറയുന്നത് നിക്കോളാസ് പൂരനും കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വൾണറബിൾ ആയിട്ടൊരു ബാറ്റിംഗ് ഓർഡർ ആയിരുന്നു. ഈസി ആയിട്ട് നമുക്ക് ഈ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിരിക്കുന്നു. ഇപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈക്ക് ഓൾമോസ്റ്റ് 50% ഒരു ക്വാളിഫിക്കേഷൻ ചാൻസ് ഉണ്ടായിരുന്നു. അതിപ്പം നേരെ ഒരു 20% ആയിട്ട് റെഡ്യൂസ് ആയിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ ഡിഫീറ്റ് വെറൊരു ഡിഫീറ്റല്ല ഉണ്ടായത്. റൺ റേറ്റിലും അവരെ രാജസ്ഥാൻ്റെ താഴേക്ക് എത്തിച്ചു. അപ്പം ഇനിയുള്ള കളികൾ ജയിച്ചാൽ മാത്രം പോരാ, രാജസ്ഥാൻ തോക്കുകയും വേണം. ചെന്നൈ നല്ല റൺ റേറ്റിൽ തന്നെ ബാക്കി മിച്ചമുള്ള 2 കളി ജയിക്കണം, പഞ്ചാബും തോക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ടോപ്പ് 3 or 4 ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പം ലാസ്റ്റത്തെ 2 ഗെയിം വളരെ ക്രൂഷ്യലായിട്ട് മാറിയിരിക്കുന്നു. എന്തായാലും IPL ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് പോകുന്നത്. പുറത്തായ 2 ടീമുകൾ ഇപ്പോൾ കൺഫേം പറയാൻ പറ്റുന്ന 2 ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSG MI മാത്രമേ ഉള്ളൂ. ചെന്നൈയുടെ ഇന്നലത്തെ പരാജയത്തോടുകൂടി DCക്കും KKRനും മുന്നോട്ടുള്ള വഴിയാണ് തുറന്നിരിക്കുന്നത്. DCക്ക് ആണെങ്കിലും KKRനാണെങ്കിലും ബാക്കിയുള്ള മാച്ചസ് ജയിക്കുകയും ചെന്നൈ ബാക്കിയുള്ള കളികൾ തോറ്റു കഴിഞ്ഞാൽ പഞ്ചാബും തോറ്റു കഴിഞ്ഞാൽ ഇവരും മുകളിലേക്ക് കയറി വരും. അപ്പം അങ്ങനെ ഒരു ചാൻസ് നമുക്ക് ഇല്ല എന്ന് പറയാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമുക്കിപ്പം IPLന്റെ ഫിനിഷിങ് പോയിരിക്കുന്നത്. ഓൾമോസ്റ്റ് കൺഫേം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് GTയും RCB ആണെങ്കിലും ഇതിൽ ആരാണ് ഇപ്പോഴും ടോപ്പിൽ വരിക എന്നുള്ളതും കൺഫേം ആയിട്ടില്ല. അപ്പം RCB കയറുവാണെങ്കിൽ RCB കപ്പടിക്കുവാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു ഡിഫെൻഡിങ് ടീം കപ്പടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റിയിരിക്കാൻ ഞാൻ പറയുന്നു. അപ്പം എന്തായാലും നല്ലൊരു മികച്ച ഫിനിഷിങ്ങിലേക്കാണ് IPL പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കളികളെല്ലാം ഒരു കളികൾ പോലും അപ്രസക്തമായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ, അതായത് ഇന്ന് നടക്കുന്ന കളിയാണെങ്കിലും നാളെ നടക്കുന്ന 2 കളികളാണെങ്കിലും മുന്നോട്ടുള്ള എല്ലാ ടീമുകളും ഉറ്റുനോക്കുന്ന കുറച്ച് പോരാട്ടങ്ങളായി മാറിയിരിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.